ഗുഡ് മോർണിംഗ് ഓൾ. കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് ആൾട്രേഷൻ ഓഫ് ആർട്ടിക്കിൾസ്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു മെമ്മറാണ്ടം എങ്ങനെയാണ്, മെമ്മറാണ്ടത്തിൻ്റെ ആൾട്രേഷൻ എങ്ങനെയാണെന്ന്. അതുപോലെ തന്നെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലും ആൾട്രേഷൻ ചെയ്യാൻ പറ്റും. ഒരു കമ്പനിയുടെ റൈറ്റ് തന്നെയാണ് എന്ത് ആർട്ടിക്കിൾസിൽ ആൾട്രേഷൻ നടത്തുക എന്നുള്ളത്, ഈ ചേഞ്ചസ് കൊണ്ടുവരിക എന്നുള്ളത്. എ കമ്പനി ഹാസ് എ സ്റ്റാറ്റുറ്ററി റൈറ്റ് ടു ആൾട്ടർ ഇറ്റ്സ് ആർട്ടിക്കിൾസ് വെൻ എവർ ഇറ്റ് ഡിസയേഴ്സ് ബൈ പാസിംഗ് എ സ്പെഷ്യൽ റെസൊല്യൂഷൻ ആൻഡ് ഫയലിംഗ് എ കോപ്പി ഓഫ് ആൾട്ടേർഡ് ആർട്ടിക്കിൾസ് വിത്ത് ദി രജിസ്ട്രാർ. അതായത് ആർട്ടിക്കിൾസിൽ ആൾട്ടറേഷൻ വരുത്താമെങ്കിൽ കമ്പനി എന്ത് ചെയ്യണം? ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. കമ്പനി സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ട്രൈബ്യൂണലിൻ്റെ അപ്രൂവലോട് കൂടി ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ ആൾട്ടേർഡ് കോപ്പി രജിസ്ട്രാർക്ക് മുന്നേ സബ്മിറ്റ് ചെയ്യണം. An alteration is not invalid simply because it changes the company's constitution. അതായത് ആൾട്ടറേഷൻ ആർട്ടിക്കിൾസിൻ്റെ ആൾട്ടറേഷൻ ഒരിക്കലും ഇൻവാലിഡ് ആവില്ല. കാരണം ഇത് കമ്പനിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, കമ്പനിയുടെ നിയമങ്ങൾ തന്നെയാണ് എന്ത് ചേഞ്ചസ് വരുത്തുന്നത്. അപ്പോൾ ഈ ഒരു ആൾട്ടറേഷൻ എന്ന് പറഞ്ഞാൽ മെമ്മറാണ്ടത്തിൻ്റെ ആൾട്ടറേഷനെക്കാളും കുറച്ചും കൂടി ഈസിയാണ്. കാരണം ഇതിനൊരു സ്പെഷ്യൽ റെസൊല്യൂഷൻ മാത്രം പാസ്സാക്കിയാൽ മതി. ഇനി ഇത് എങ്ങനെയൊക്കെയാണ് ആൾട്ടറേഷൻ, അതായത് എങ്ങനെയാണ് ആൾട്ടറേഷൻ ആർട്ടിക്കിൾസ് നടത്തുകയെന്ന് വെച്ചാൽ, പ്രൈവറ്റ് കമ്പനി പബ്ലിക് കമ്പനി ആയിട്ട് ആൾട്ടർ ചെയ്യുമ്പോൾ, അതുപോലെ പബ്ലിക് കമ്പനി പ്രൈവറ്റ് കമ്പനി ആയിട്ട് ആൾട്ടർ ചെയ്യുമ്പോഴും അവരുടെ ആർട്ടിക്കിൾസിലും ചേഞ്ചസ് വരുത്തണം. ആർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ, അതിൻ്റെ കണ്ടൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കമ്പനിയുടെ പ്രിലിമിനറി കോൺട്രാക്റ്റിൻ്റെ എക്സിക്യൂഷൻ, അതുപോലെ ഷെയർസിൻ്റെ കോൾസ് ഓൺ ഷെയർസ്, ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്, ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കമ്പനിയുടെ ആർട്ടിക്കിൾസിൻ്റെ കണ്ടൻസിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു കണ്ടൻസിലൊക്കെ ആയിരിക്കും എന്ത് ചേഞ്ചസ് കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഇങ്ങനെ സ്പെഷ്യൽ റെസൊല്യൂഷൻ കൊണ്ടുവന്നാൽ ചേഞ്ചസ് വരുത്താൻ പറ്റും. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് ആൾട്ടറേഷൻ ഓഫ് മെമ്മറാണ്ടം ഓർ ആർട്ടിക്കിൾസ് ടു ബി നോട്ടഡ് ഇൻ എവരി കോപ്പി സെക്ഷൻ 15. അതായത് സെക്ഷൻ 15 പ്രകാരം ആൾട്ടറേഷനിൽ പറയുന്നതാണ്. സെക്ഷൻ 14 ആൾട്ടറേഷനെ കുറിച്ച്, ആർട്ടിക്കിൾസിൻ്റെ ആൾട്ടറേഷനെ കുറിച്ചിട്ട് പറയുന്നത്. അപ്പോൾ സെക്ഷൻ 15 എന്താ പറയുന്നത് വെച്ചാൽ, മെമ്മറാണ്ടത്തിൻ്റെയും അതുപോലെ ആർട്ടിക്കിൾസിൻ്റെയും ആൾട്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എല്ലാ കോപ്പിയിലും അവരെന്ത് ചെയ്യണം? നോട്ട് ചെയ്യണം. ഒരു കമ്പനിയുടെ എല്ലാ കോപ്പിയിലും നോട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. അങ്ങനെ നോട്ട് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡിഫോൾട്ട് വരുത്തുകയാണെങ്കിൽ കമ്പനി 1000 റുപ്പീസ് പെനാൽറ്റി കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അതായത് ഇഫ് എ കമ്പനി മേക്സ് എനി ഡിഫോൾട്ട് ഇൻ കംപ്ലൈൻറ്റ് വിത്ത് ദിസ് പ്രൊവിഷൻസ് എവരി ഓഫീസർ ഹു ഇസ് ഇൻ ഡിഫോൾട്ട് ഷാൾ ബി ലേബിൾ ടു പേ പെനാൽറ്റി ഓഫ് 1000 റുപ്പീസ് ഫോർ എവരി കോപ്പി ഓഫ് ദി മെമ്മറാണ്ടം ഓർ ആർട്ടിക്കിൾസ് ഇഷ്യൂഡ് വിത്തൗട്ട് സച്ച് ആൾട്ടറേഷൻ. അതായത് ആൾട്ടറേഷൻ ഇല്ലാതെയാണ് പിന്നെ ആർട്ടിക്കിൾസിലോ അല്ലെങ്കിൽ മെമ്മറാൻഡോ ഒക്കെ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അവർ ഓരോ കോപ്പിക്കും തന്നെ 1000 റുപ്പീസാണ് പെനാൽറ്റി ആയിട്ട് കൊടുക്കേണ്ടത്. ഈ ഒരു ഓഫീസറാണ് എന്ത് പെനാൽറ്റി കൊടുക്കേണ്ടത്, കമ്പനിയുടെ ഓഫീസർ. അപ്പോൾ ഇത്രയാണ് ആ ഒരു ടോപ്പിക്കിൽ വരുന്നത്, ആൾട്ടറേഷൻ ഓഫ് മെമ്മറാൻഡം ഓർ ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ഇനി റെസ്ട്രിക്ഷൻസ് ഓൺ ദി ആർട്ടിക്കിൾസ് ഓഫ് ആൾട്ടറേഷൻ ഓഫ് ആർട്ടിക്കിൾസ്. എന്തൊക്കെയാണ് ഈ ആർട്ടിക്കിൾസിൻ്റെ ആൾട്ടറേഷനിലുള്ള നിയന്ത്രണങ്ങൾ, റെസ്ട്രിക്ഷൻസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നതാണ് ദ ആൾട്ടറേഷൻ മസ്റ്റ് നോട്ട് എക്സീഡ് ദ പവേഴ്സ് ഗിവൺ ബൈ ദി മെമ്മറാണ്ടം ഓർ ബി ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് എനി പ്രൊവിഷൻസ് ഓഫ് ദി മെമ്മറാണ്ടം. അതായത് ഈ ആൾട്ടറേഷൻ നടത്തുമ്പോൾ, ആർട്ടിക്കിൾസിൽ ആൾട്ടറേഷൻ നടത്തുകയാണെങ്കിൽ അതിൻ്റെ ഒരു നിയന്ത്രണം എന്ന് പറയുകയാണെങ്കിൽ, ആൾട്ടറേഷൻ എന്ത് ചെയ്യാൻ പറ്റില്ല? മസ്റ്റ് നോട്ട് എക്സീഡ് ദി പവേഴ്സ് ഗിവൺ ബൈ ദി മെമ്മറാണ്ടം. മെമ്മറാണ്ടത്തിൽ പറഞ്ഞിട്ടുള്ള പവറിന് പുറമേ അവരെന്ത് ചെയ്യാൻ പറ്റില്ല? പോകാൻ പാടില്ല. ആൾട്ടറേഷൻ ചെയ്യാൻ പാടില്ല. അതായത് മെമ്മറാണ്ടത്തിൽ എന്തൊക്കെയാണ് അവർക്കുള്ള അധികാരങ്ങൾ, അവരുടെ പവേഴ്സ് എന്തൊക്കെയാ വെച്ചാൽ അതിൽ കൂടാൻ പാടില്ല. ഓർ ബി ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് എനി പ്രൊവിഷൻസ് ഓഫ് ദി മെമ്മറാണ്ടം. അതായത് മെമ്മറാണ്ടത്തിലെ ഏതെങ്കിലും ഒരു പ്രൊവിഷൻസുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ വേണം ആൾട്ടറേഷൻ നടത്താൻ. അതായത് മെമ്മറാണ്ടത്തെ ബാധിക്കാത്ത രീതിയിൽ വേണം ആർട്ടിക്കിൾസിൽ ആൾട്ടറേഷൻ നടത്താൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ആൾട്ടറേഷൻ മസ്റ്റ് നോട്ട് ഇൻകൺസിസ്റ്റൻസ് വിത്ത് ദി പ്രൊവിഷൻസ് ഓഫ് ദി കമ്പനീസ് ആക്ട് ഓർ എനി അതർ സ്റ്റാറ്റ്യൂട്ട്. അതായത് കമ്പനിയുടെ ആൾട്ടറേഷൻ ഓഫ് ആർട്ടിക്കിൾസിൻ്റെ ആൾട്ടറേഷൻ എന്ന് പറയുന്നത് കമ്പനിയുടെ പ്രൊവിഷൻസിലോ അല്ലെങ്കിൽ അതർ സ്റ്റാറ്റ്യൂട്ടിൻ്റെ പ്രൊവിഷൻസിലോ, അവർ പറഞ്ഞിട്ടുള്ള കമ്പനിയുടെ പ്രൊവിഷൻസ് ഉണ്ടായിരിക്കും, അതിനൊന്നും മാച്ച് ചെയ്യാത്ത രീതിയിലാവാൻ പാടില്ല.
ഇൻകൺസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ അതുമായിട്ട് യോജിച്ച് പോവാത്ത രീതിയിലാവാൻ പാടില്ല എന്ത് ആൾട്രേഷൻ നടത്തുന്നത്. അപ്പോൾ കമ്പനിയുടെ ആക്ടിൻ്റെ പ്രൊവിഷൻസ് പ്രകാരമുള്ള കാര്യങ്ങളായിരിക്കണം ആൾട്രേഷനിൽ കൊണ്ടുവരേണ്ടത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ദ ആൾട്ടേർഡ് ആർട്ടിക്കിൾസ് മസ്റ്റ് നോട്ട് ഇൻക്ലൂഡ് എനിത്തിങ് വിച്ച് ഈസ് ഇല്ലീഗൽ ഓർ ഒപ്പോസിറ്റ് പബ്ലിക് പോളിസി ഓർ അൺലോഫുൾ. ആൾട്രേഷനിൽ ചേഞ്ചസ് ആർട്ടിക്കിൾസിൽ ആൾട്രേഷൻ വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ വരുത്തിയ ആർട്ടിക്കിൾസ് ഒരിക്കലും ഇല്ലീഗൽ ആവാൻ പാടില്ല. അതുപോലെ തന്നെ പബ്ലിക് പോളിസിക്ക് എതിരാവാനോ അല്ലെങ്കിൽ നിയമപരമല്ലാത്ത കാര്യങ്ങളോ ആവാനോ പാടില്ല. അപ്പോൾ അത് ലോഫുൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ആൾട്രേഷൻ നടക്കേണ്ടത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ദ ആൾട്രേഷൻ മസ്റ്റ് ബി ബോണഫൈഡ് ഫോർ ദി ബെനിഫിറ്റ് ഓഫ് ദി കമ്പനി ആസ് എ ഹോൾ. അതായത് കമ്പനിയുടെ ആൾട്രേഷൻ എന്ന് പറയുന്നത് കമ്പനിക്ക് ബെനിഫിറ്റ് ഉണ്ടാവുന്ന രീതിയിൽ ഒരു ഉത്തമ വിശ്വാസത്തോടു കൂടി ആയിരിക്കണം എന്ത് ആൾട്രേഷൻ നടത്തേണ്ടത്. അപ്പോൾ കമ്പനിക്ക് എന്ത് ചെയ്യണം, ഈ ആൾട്രേഷൻ നടത്തുമ്പോൾ കമ്പനിക്ക് ഒരു ബോധ്യം ഉണ്ടായിരിക്കണം കമ്പനിക്ക് ഇത് ബെനിഫിറ്റ് ആണെന്നുള്ളത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ആൾട്രേഷൻ മസ്റ്റ് നോട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് എ ഫ്രോഡ് ഓൺ മൈനോറിറ്റി ബൈ എ മെജോറിറ്റി. അതായത് കമ്പനി ഫോം ചെയ്യുമ്പോൾ എന്താവാൻ പാടില്ല, ഫ്രോഡുള്ള രീതിയിലാവാൻ പാടില്ല. അതായത് ചതിച്ചും കൊണ്ടാവാൻ പാടില്ല. മൈനോറിറ്റി ആണെന്ന് പറഞ്ഞിട്ട്, അതായത് മെജോറിറ്റി ആയി എന്ന് പറഞ്ഞിട്ട് മൈനോറിറ്റിയിൽ ചതിച്ചിട്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതും എന്താണ് ആൾട്രേഷന് എതിരാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് കമ്പനീസ് രജിസ്റ്റേർഡ് വിത്ത് ദി ചാരിറ്റബിൾ ഒബ്ജക്റ്റ് ഷാൾ നോട്ട് ആൾട്ടർ ഇറ്റ്സ് ആർട്ടിക്കിൾസ് എക്സെപ്റ്റ് വിത്ത് ദി പ്രൊവിഷൻസ് പ്രീവിയസ് അപ്രൂവൽ ഓഫ് ദി സെൻട്രൽ ഗവൺമെൻറ്. അതായത് കമ്പനീസ് ചാരിറ്റബിൾ ഒബ്ജക്റ്റുമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനീസ് ആണെങ്കിൽ, അതായത് ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനീസ് ആണെങ്കിൽ അവരെന്ത് ചെയ്യാൻ പറ്റില്ല, ആൾട്രേഷൻ ചെയ്യാൻ പറ്റില്ല. ആർട്ടിക്കിൾസിൽ ആൾട്രേഷൻ ചെയ്യാൻ പറ്റില്ല. സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവൽ ഇല്ലാണ്ട് ആൾട്രേഷൻ ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് എ കമ്പനി കനോട്ട് അവോയ്ഡ് കോൺട്രാക്ച്വൽ ലയബിലിറ്റി ബൈ ആൾട്ടറിങ് ഇറ്റ്സ് ആർട്ടിക്കിൾസ്. കമ്പനി എന്ത് ചെയ്യാൻ പറ്റില്ല, കമ്പനി ആൾട്രേഷൻ നടത്തുകയാണെങ്കിലും കമ്പനിക്ക് ഒരു ലയബിലിറ്റി ഉണ്ടായിരിക്കും. അതായത് അവർ കോൺട്രാക്റ്റിലൊക്കെ എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലയബിലിറ്റി ഒന്നും അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല ആൾട്രേഷനിൽ. അപ്പോൾ ഇത്രയും റെസ്ട്രിക്ഷൻസ് ആണ് ആൾട്രേഷൻ ഓഫ് ആർട്ടിക്കിൾസിലുള്ളത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഡിഫറൻസ് ബിറ്റ്വീൻ അല്ലെങ്കിൽ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ മെമ്മറാൻഡം ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. First difference, it is the charter which set out the conditions on which the company is incorporated, and articles, it is the bylaws for the internal management. അതായത് നമ്മൾ ഫസ്റ്റ് പറയുകയാണെങ്കിൽ തന്നെ മെമ്മറാൻഡം എന്ന് പറയുക മെയിൻ ഡോക്യുമെൻ്റ് ആണ് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ കമ്പനിയുടെ ഒരു ചാർട്ടർ, നിയമം അല്ലെങ്കിൽ ചട്ടമാണ് എന്ത് മെമ്മറാൻഡം. അപ്പോൾ ഇവിടെ ഈ ഒരു മെമ്മറാൻഡത്തിൽ പറഞ്ഞിട്ടുള്ളത് ഈ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് കണ്ടീഷൻസ്, ആ കാര്യങ്ങളാണ് മെമ്മറാൻഡത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് കമ്പനിയുടെ ഇൻറ്റേർണൽ മാനേജ്മെൻറ്റിലുള്ള ബൈലോസ് ആണ്. അവിടെയുള്ള നിയമങ്ങളും കാര്യങ്ങളാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ പറയുന്നത്. അതാണ് ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, മെമ്മറാൻഡം പറഞ്ഞാൽ മെയിൻ ഡോക്യുമെൻ്റ് ആണ്, പക്ഷേ ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഒരു സബ്സിഡറി ഡോക്യുമെൻ്റ് ആണ്. മെമ്മറാൻഡം ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. രണ്ടാമത് വരുന്നതാണ് എന്ത് ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. തേർഡ് വൺ, ഇറ്റ് ഡിഫൈൻസ് ദി ഒബ്ജക്ട്സ് ആൻഡ് പവർ ഓഫ് ദി കമ്പനി. കമ്പനിയുടെ ഒബ്ജക്റ്റും അതുപോലെ പവർ, കമ്പനിയുടെ ലക്ഷ്യങ്ങളും അതുപോലെ കമ്പനിക്ക് എന്തൊക്കെ അധികാരങ്ങളുണ്ട്, ആ കാര്യങ്ങളൊക്കെയാണ് മെമ്മറാൻഡത്തിൽ ഡിഫൈൻ ചെയ്യുന്നത്. പക്ഷേ ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഇറ്റ് മെൻഷൻ ദി വേസ് ആൻഡ് മീൻസ്. ആർട്ടിക്കിൾസിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ആർട്ടിക്കിൾസിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് ഇറ്റ് റെഗുലേറ്റ്സ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി കമ്പനി ആൻഡ് ദി ജനറൽ പബ്ലിക്. മെമ്മറാൻഡത്തിൽ കമ്പനിയും അതുപോലെ ജനറൽ പബ്ലിക്കും തമ്മിലുള്ള റിലേഷൻഷിപ്പ് റെഗുലേറ്റ് ചെയ്യാൻ, നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നതാണ് മെമ്മറാൻഡത്തിൽ എന്ന് പറയുന്നത്. പക്ഷേ ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഗുലേറ്റ്സ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കമ്പനി ആൻഡ് മെമ്പേഴ്സ്. അത് കമ്പനിയും അവരുടെ മെമ്പേഴ്സും. കാരണം ആർട്ടിക്കിൾസിൻ്റെ കണ്ടൻസിൽ എന്തൊക്കെയാണ് ഡീൽ ചെയ്യുന്നത്, കമ്പനിയുടെ കാൾസും അതുപോലെ കമ്പനിയുടെ ഡീലിങ്സ് അതുപോലെ കമ്പനി മീറ്റിങ്സ്, ആ കാര്യങ്ങളൊക്കെയാണ് ആർട്ടിക്കിൾസിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ അവർ കമ്പനിയും മെമ്പേഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ആർട്ടിക്കിൾസ് റെഗുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് നോ കമ്പനി ക്യാൻ ബി ഇൻകോർപ്പറേറ്റഡ് വിത്തൗട്ട് ഇറ്റ്സ് ഓൺ മെമ്മറാൻഡം. ഒരു കമ്പനിക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, അവരുടെ സ്വന്തം മെമ്മറാൻഡം ഇല്ലാണ്ട് പിന്നെ തുടങ്ങാൻ പറ്റില്ല, ഫോം ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആർട്ടിക്കിൾസിൽ എന്താണ്, ഒരു കമ്പനിക്ക് എന്ത് ചെയ്യാം, അവരുടെ ആർട്ടിക്കിൾസ് ഇല്ലാണ്ടും തുടങ്ങാം. കമ്പനി ക്യാൻ ഇൻകോർപ്പറേറ്റ് വിത്തൗട്ട് ഇറ്റ്സ് ഓൺ ആർട്ടിക്കിൾസ്. അവരുടെ ആർട്ടിക്കിൾസ് ഇല്ലാണ്ടും
അവർക്ക് കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യാം. നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് ഇറ്റ് ഈസ് ഗവേൺഡ് ബൈ ദി കമ്പനീസ് ആക്ട് ഓൺലി. അതായത് മെമ്മറാൻഡം ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ കമ്പനീസ് ആക്ട് മാത്രം, കമ്പനീസ് ആക്ട് പ്രകാരം മാത്രമാണ് എന്ത് ഇത് ഗവേൺ ചെയ്യുന്നത്. പക്ഷേ ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഇറ്റ് ഗവേൺഡ് ബൈ ദി മെമ്മറാൻഡം ആൻഡ് കമ്പനീസ് ആക്ട് കാനോട്ട് ബി ആൾട്ടേർഡ് ഈസിലി. ഇറ്റ് ഈസ് ഗവേൺഡ് ബൈ മെമ്മറാൻഡം ആൻഡ് കമ്പനീസ് ആക്ട്. അതായത് മെമ്മറാൻഡം അതുപോലെ കമ്പനീസ് ആക്റ്റും ആണ് എന്ത് ആർട്ടിക്കിൾസിൽ ഡീൽ ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് കാനോട്ട് ബി ആൾട്ടേർഡ് ഈസിലി. നെക്സ്റ്റ് ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ക്യാൻ ബി ആൾട്ടേർഡ് ഈസിലി. ആർട്ടിക്കിൾസിൽ ഈസിലി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൾട്ടർ ചെയ്യാൻ പറ്റും. അതായത് പെട്ടെന്ന് എന്ത് ചേഞ്ചസും സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്താൽ ചെയ്യാൻ പറ്റും. പക്ഷെ മെമ്മറാൻഡത്തിൽ കുറേ കാര്യങ്ങളുണ്ട്. സ്പെഷ്യൽ റെസൊല്യൂഷൻ അതുപോലെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവലൊക്കെ വേണം. പക്ഷെ ആർട്ടിക്കിൾസിൽ അങ്ങനെ ചേഞ്ചസ് വരികയാണെങ്കിൽ പബ്ലിക് കമ്പനി അല്ലെങ്കിൽ ചാരിറ്റബിൾ ഒബ്ജക്റ്റുള്ള കമ്പനീസൊക്കെ മാത്രമേ സെൻട്രൽ ഗവൺമെൻറ് ട്രൈബ്യൂണലിൻ്റെ ഒക്കെ അപ്രൂവൽ വേണ്ടുള്ളൂ. ബാക്കിയൊക്കെ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്താൽ ചേഞ്ചസ് വരുത്താൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ 4th പോയിന്റിൽ വരുന്ന ബാക്കി കാര്യങ്ങൾ ഇല്ല. നെക്സ്റ്റ് ടോപ്പിക് ലീഗൽ എഫക്ട്സ് ഓഫ് മെമ്മറാൻഡം ആൻഡ് ആർട്ടിക്കിൾസ്. എന്തൊക്കെയാണ് ലീഗൽ എഫക്ട്സ്, മെമ്മറാൻഡം അതുപോലെ ആർട്ടിക്കിൾസും തമ്മിലുള്ള ലീഗൽ എഫക്ട്സ് എന്തൊക്കെയാണ് ഈ ഇത് പറയുന്നതാണ്. സെക്ഷൻ 10 ഡിസ്കസ് ചെയ്യുന്നതാണിത്. ഫസ്റ്റ് അതായത് 3 ഹെഡിങ് ആയിട്ടാണ് പിന്നെ 4 ഹെഡിങ് ആയിട്ടാണ് കമ്പനിയുടെ ലീഗൽ എഫക്ട്സ് മെമ്മറാൻഡത്തിൻ്റെ ആർട്ടിക്കിൾസും എങ്ങനെയാണ് അതിൻ്റെ ലീഗലായിട്ട് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പറയുകയാണെങ്കിൽ മെമ്പേഴ്സ് ബൗണ്ട് ടു ദി കമ്പനി. അതായത് മെമ്പേഴ്സ് കമ്പനിക്ക് ലേബിൾ ആവുകയാണെങ്കിൽ, അതായത് ബാധ്യസ്ഥനാവുകയാണെങ്കിൽ, articles constitute a contract between the company and its members and therefore every member is bound by the articles. ഓരോ മെമ്പറും എന്തുണ്ട്, അതായത് മെമ്പേഴ്സ് ബൗണ്ട് ടു ദി കമ്പനി. ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നതാണ് കമ്പനി മെമ്പേഴ്സ് ആർക്ക് ബാധ്യസ്ഥരാണ്, കമ്പനിക്ക് ബാധ്യസ്ഥരാണ് എന്ന് വെച്ചാൽ കോൺട്രാക്റ്റ് ഉണ്ടായിരിക്കും. കമ്പനി മെമ്പേഴ്സ് തമ്മിൽ ഒരു കോൺട്രാക്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാ മെമ്പേഴ്സും ആർട്ടിക്കിൾസ് ബൗണ്ട് ബൈ ദി ആർട്ടിക്കിൾസ്. അപ്പോൾ എല്ലാ മെമ്പറും ആർട്ടിക്കിൾസ് വായിച്ച് നോക്കാനും അതുപോലെ ആർട്ടിക്കിൾസിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ലേബിൾ ആണെന്നാണ് പറയുന്നത്. സെക്കൻഡ് പറയുന്നത് കമ്പനി ബൗണ്ട് ടു ദി മെമ്പേഴ്സ്. കമ്പനി മെമ്പേഴ്സിന് ലാബിലിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കമ്പനി ഈസ് ബൗണ്ട് ടു ദി മെമ്പേഴ്സ് ബൈ വാട്ട് എവർ ഇസ് കണ്ടെയ്ൻഡ് ഇൻ ഇറ്റ്സ് മെമ്മറാൻഡം ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. മെമ്മറാൻഡത്തിലോ അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ എന്താണ് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ളത്, എന്താണ് പറഞ്ഞിട്ടുള്ളത്, അതനുസരിച്ചിട്ട് മെമ്പേഴ്സ് ലാബിലിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്. കമ്പനി മെമ്പേഴ്സിന് ലേബിളാണ്. ദ കമ്പനി ഈസ് ബൗണ്ട് നോട്ട് ഓൺലി ടു ദി മെമ്പേഴ്സ് ആസ് എ ബോഡി ബട്ട് ഓൾസോ ടു ദി ഇൻഡിവിജ്വൽസ് ഓ ആസ് ടു ദെയർ ഇൻഡിവിജ്വൽ റൈറ്റ്. കമ്പനി ഇൻഡിവിജ്വൽ റൈറ്റ് ഒക്കെ അവർക്ക് ലേബിൾ, കാരണം ഷെയർ ഹോൾഡേഴ്സൊക്കെ ആണെങ്കിൽ എന്താ അവർക്ക് കമ്പനി ആർട്ടിക്കിൾസിലും ഇതിലൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ കമ്പനി മെമ്പേഴ്സുമായിട്ട് ലേബിളാണ്. നെക്സ്റ്റ് മെമ്പേഴ്സ് ബൗണ്ട് ടു മെമ്പേഴ്സുമായിട്ട് ലേബിളാണ്. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മെമ്പേഴ്സ് ഓൾസോ റെഗുലേറ്റ് ബൈ ദി പ്രൊവിഷൻസ് ഇൻ ദി ബേസിക് ഡോക്യുമെൻറ്റ്സ് ലൈക്ക് മെമ്മറാൻഡം ആൻഡ് ആർട്ടിക്കിൾസ്. അതായത് മെമ്പേഴ്സുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് റെഗുലേറ്റ് ചെയ്യുന്നത് ഈ മെമ്മറാൻഡം ആർട്ടിക്കിൾസ് ആണ്. അപ്പോൾ ഇവിടെ ലീഗൽ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ മെമ്പറും തമ്മിൽ എന്തുണ്ടായിരിക്കും, റിലേഷൻഷിപ്പ് ഉണ്ട്. നെക്സ്റ്റ് കമ്പനി ആൻഡ് ഔട്ട്സൈഡ്. കോൺട്രാക്ട് ബിറ്റ്വീൻ ദി കമ്പനി ആൻഡ് ദി ഔട്ട്സൈഡേഴ്സ് ഓൾസോ റെഗുലേറ്റഡ് ബൈ ദി പ്രൊവിഷൻസ് ഇൻ ദി മെമ്മറാൻഡം ആൻഡ് ആർട്ടിക്കിൾസ്. അതായത് കമ്പനിയും ഔട്ട്സൈഡേഴ്സും തമ്മിലുള്ള കോൺട്രാക്റ്റ് റെഗുലേറ്റ് ചെയ്യുന്നതും മെമ്മറാൻഡം ആർട്ടിക്കിൾസും തന്നെയാണ്. അപ്പോൾ മെമ്മറാൻഡത്തിനും ആർട്ടിക്കിൾസിനും എന്തൊക്കെയാണ് ലീഗൽ എഫക്ട്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ മെമ്പേഴ്സ് കമ്പനിക്ക് ലാബിലിറ്റി ആണെങ്കിലും മെമ്പേഴ്സ് കമ്പനിക്ക് ലേബിൾ ആണെങ്കിൽ അതെന്താണ് മെമ്മറാൻഡത്തിൻ്റെയും ആർട്ടിക്കിൾസിൻ്റെയും കൺട്രോളിൽ വരുന്ന കാര്യമാണ്, ലീഗലിൽ വരുന്ന കാര്യമാണ്. അതുപോലെ കമ്പനി ബൗണ്ട് ടു ദി മെമ്പേഴ്സും അതുപോലെ മെമ്പേഴ്സ് ബൗണ്ട് ടു മെമ്പേഴ്സ് ആൻഡ് കമ്പനി ആൻഡ് ദി ഔട്ട്സൈഡർ. ഇത്രയും കാര്യങ്ങൾ ലീഗൽ എഫക്ട്സ് ഓഫ് മെമ്മറാൻഡം ആൻഡ് ആർട്ടിക്കിൾസിൽ വരുന്നതാണ്.